ടോണി അച്ചായൻസ് ഗോൾഡ് ചാരിറ്റി കുറേ കാലമായിട്ട് ചെയ്തു വരുന്ന ഒരാളാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലുള്ള നല്ല മനുഷ്യരെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതേപോലുള്ള ചാരിറ്റി വീഡിയോ ചെയ്തിട്ട് മില്യൺ ആളുകൾ കാണും. ഇയാൾ എല്ലാത്തിലും പറയുന്നത് അച്ചായൻസ് ഗോൾഡ് അച്ചായൻ. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ഇയാളുടെ വീഡിയോസിലൊക്കെ നോക്കിയാൽ മതി, കാശ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു നാടകീയതയിൽ കാശ് കിട്ടുന്ന ആളുകൾ ഇയാളെ കാലിലേക്ക് വീഴും, കരഞ്ഞു ഒച്ചമുളി ഉണ്ടാക്കും. കാശ് കൊടുത്ത് മഹാനാവാന്ന് പറഞ്ഞ കട്ടപോറ് പരിപാടിയാണ്. ഇങ്ങനത്തെ സ്കീം പരിപാടികളാണ് ഇയാൾ പലതിലും കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. എന്തൊക്കെയാണ് നീ ഇവിടെ കാണിച്ചത്? എങ്ങനെയാണ് ടോണി അച്ചായൻ എയറിലേക്ക് പോകുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ടോണി അച്ചായന്റെ ഈ അടുത്ത കാലത്ത് വന്നൊരു വൈറൽ കണ്ടന്റ് ആണ്. നിലവിലെ ഏകദേശം 36 വീട്, ഇപ്പൊ 4 വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 40 വീട്. ഞാനൊരു വലിയ സംഭവം അല്ലേ? 40 കടയാ. ഈ വ്യാഴാഴ്ച ആകുമ്പോ 40 കടയാവും പത്തനംതിട്ട കൂടെ കൂട്ടി. ആ 40 കട എന്നുള്ള എന്റെ സ്വപ്നം. ഓ, അപ്പൊ ചെറിയ സ്വപ്നങ്ങളൊന്നും അല്ല, ഇതിലും വലിയ ബഡാ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് സാർ. അങ്ങനെയാണെങ്കിൽ ടോണി അച്ചായനോട് ഒരു ചോദ്യം ചോദിക്കണം, എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. ടോണി അച്ചായൻ ഈ 40 വീടും സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുത്ത് വെച്ച വീടുകളാണോ? എന്താ ഉറക്കം വരുന്നു? ഒരു ഫാമിലിക്ക് അച്ചായൻ വീട് വെച്ചു കൊടുത്തു. പാവങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ആവേശമാണ്. അവരെ എങ്ങനെ സഹായിക്കാം 40 കട 40 വീട് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വീട് വെച്ചു കൊടുത്തു എന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ പറയുന്നത്. ഇതൊക്കെ ഉള്ളതാണോ സാർ? ഈ പറഞ്ഞൊക്കെ ഉള്ളത് തന്നെ. നിങ്ങൾ എന്നോട് ചോദിച്ചു എന്നാണ് ഈ കുടിലിൽ നിന്ന് മോചനം കിട്ടുകയെന്ന് അല്ലേ? എനിക്ക് നിങ്ങളെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ പുതിയ ഡ്രസ് ഇട്ട് നല്ല മിടുക്കലായിട്ട് വേണം. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ താക്കോല് മേടിച്ച് ഞാൻ തുറന്നാൽ മതിയോ? അച്ഛന്റെ വീടായിപ്പോയി. സന്തോഷമായില്ല വീട് കണ്ടപ്പം? ഇത് നമുക്ക് ഒരു മുറി, നമുക്ക് അടുത്ത മുറിയിലേക്ക് പോവാം. പിന്നെ ഈ വീടെല്ലാം തുടച്ച് വൃത്തിയാക്കിയിടണം. എന്നെ കൊണ്ട് പറ്റാവുന്ന നല്ലൊരു പാർട്ടി കെട്ടണം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. നഗരത്തിന്റെ വലിയ തിരക്കുമില്ല, ഒരു പ്രശാന്ത സുന്ദരമായ വീട്. അച്ചായ എങ്ങനെ പോയാലോ? അച്ചായനവിടെ നിൽക്ക്. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. എന്താണെങ്കിലും 31ാമത്തെ വീട് ഈ ചേട്ടനും ചേച്ചിക്കും കൊടുത്തത് അച്ചായൻ നിർമ്മിച്ചു കൊടുത്തു എന്നുള്ള അച്ചായൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ വീടാണെന്ന് എനിക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? തിരിച്ചറിയൽ കാർഡുണ്ടോ? തിരിച്ചറിയൽ കാർഡുണ്ട്, പക്ഷെ കണ്ടാ തിരിച്ചറിയില്ല. ഈ വർഷം ജനുവരി 16-ാം തീയതി, 16-ാം തീയതി എനിക്ക് ഓർമ്മയുണ്ട്, ഈ ചേട്ടനെയും ചേച്ചിയെയും നമ്മുടെ രജനീഷ് ബ്രോ ചെയ്തൊരു കണ്ടന്റിനകത്ത് ഞാൻ കാണാനിടയായി. ഞാൻ നോക്കുമ്പോ ഈ ചേച്ചിയും ചേട്ടനും ദേ ഇരിക്കുന്നു രജനീഷ് ബ്രോ അപ്ലോഡ് ചെയ്ത വീഡിയോനകത്ത്. വീടിന്റെ പണി പൂർത്തിയാവാറായി. ഇപ്പൊ ഏത് സ്റ്റേജിലാണ്? പൂശ കഴിഞ്ഞു? പൂശിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ വീട് വെച്ച സ്ഥലം ഞാൻ പഞ്ചായത്തിൽ നിന്ന് കിട്ടി, പിന്നെ ബ്ലോക്കിൽ നിന്ന് എനിക്ക് ഭൂമിക്ക് കിട്ടി. അങ്ങനെ ചെയ്തു വെച്ച് ഇനി പാല് കച്ചാറായി. അച്ചായന്റെ റോൾ എന്താ? തങ്കക്കുടവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. അച്ചായനാണോ പറ്റിപ്പ്, സർക്കാരാണോ പറ്റിപ്പ്? ആളെ പറ്റിക്കുന്ന പണി ഇപ്പോഴും നിർത്തിയിട്ടില്ല അല്ലേ? ആരാ ഉടായിപ്പ് ഇതില്? ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി, ഉടായിപ്പല്ലേ? ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് കേരള സർക്കാർ പണിത് കൊടുത്തൊരു വീട്, അവരെടുത്തൊരു സ്ഥലം, സർക്കാരിന്റെ ഭാഗമായിട്ട് കിട്ടിയ ഭൂമിയും വീടുമാണ്. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ശബ്ദം കൽപ്പിച്ച് എന്താ നിങ്ങളുടെ ഉദ്ദേശം? അവിടെ പണി കഴിയുന്നതിന് മുന്നേ അച്ചായൻ പാല് കാച്ചി ഇവരെ കയറ്റി താമസിപ്പിച്ച് താക്കോലും കൊടുത്തിട്ട് പറയും ഇത് ഞാൻ പണിത വീട്, എന്റെ 31ാമത്തെ അച്ചായൻ ഗോൾഡ് പ്രൊജക്ടിന്റെ വീടാണ്. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്താ പറ, എനിക്കറിയില്ല. കേരള സർക്കാർ പൊട്ടന്മാരാ. പിണറായി വിജയനെയും പൊട്ടനാക്കിയ എന്നെ പൊട്ടനാക്കണോ? അതാക്കേണ്ട കാര്യമുണ്ടോ? എന്നാ പിന്നെ ഞാനങ്ങട്